ചാനൽ ട്രിനിറ്റി വോയിസ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജെനസിസ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത് വാക്യം. ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 7. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. And the angel of the Lord found her by a fountain of water in the wilderness, by the fountain in the way to Shur. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. This means that your eternal inheritance is priceless, pure, permanent and protected. No one can take it from economy or a natural disaster. This eternal inheritance, not retirement, is what you should be looking forward to and working for. Paul says, whatever you do, work at it with all you have, as working for the Lord, not for men, since you know that you will receive an inheritance from the Lord as a reward. Retirement is a short-sighted goal. You should be living in light of eternity. Third session, Proverbs or സദൃശവാക്യങ്ങൾ. Proverbs chapter 14 verse 24. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 24-ാമത് വാക്യം. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വം തന്നെ. The crown of the wise is the riches, but the foolishness of fools is folly. Fourth session, Matthew or Matthew. Matthew chapter 6 verse 34. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാമത് വാക്യം. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. Take therefore no thought for the morrow, for the morrow shall take thought for the things of itself. Sufficient unto the day is the evil thereof. നമുക്ക് വായനാഭാഗം നോക്കാം. യേശു തൻ്റെ അനുയായികളെ കാണുന്നു. ഞായറാഴ്ച വൈകുന്നേരം യഹൂദരെക്കുറിച്ചുള്ള ഭയം മൂലം ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി വാതിലടച്ച് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തൻ്റെ കൈകളും വിലാപ്പുറവും അവരെ കാണിക്കുകയും ചെയ്തു. കർത്താവിനെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. വീണ്ടും യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. യേശു അവരുടെ മേൽ ഊതിയിട്ട് തുടർന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ
അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ അവർക്ക് ക്ഷമ ലഭിക്കുകയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് നോക്കാം. ഉൽപ്പത്തി പുസ്തകമാണ് ആദ്യത്തെ ഫസ്റ്റ് സെഷൻ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. അപ്പോൾ യഹോവയുടെ ദൂതൻ അവളെ കണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അബ്രാം സാറായിയുടെ അവിടെയുള്ള ആ ദാസിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദാസിയാണ് യഹോവയുടെ ദൂതൻ. ആ ദാസിയെയാണ് യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ നീരുറവിൻ്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ ആ ഹാഗാറിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഫൗണ്ട് ഹെയർ ബൈ എ ഫൗണ്ടൻ ഓഫ് വാട്ടർ ഇൻ ദ വിൽഡർനെസ് ബൈ ദ ഫൗണ്ടൻ ഇൻ ദ വേ ടു ഷൂർ. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സെഷൻ നോക്കാം. സെക്കൻഡ് സെഷൻ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദിസ് മീൻസ് ദാറ്റ് യുവർ എറ്റേണൽ ഇൻഹെറിറ്റൻസ് ഈസ് പ്രൈസ്ലെസ്, പ്യുവർ, പെർമനൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. നോ വൺ ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം യു. ഇറ്റ് കാൻ ബി ഡിസ്ട്രോയിഡ് ബൈ വാർ, എ പുവർ ഇക്കണോമി ഓർ എ നാച്ചുറൽ ഡിസാസ്റ്റർ. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബ് ഓർ സദൃശവാക്യം. പ്രൊവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. അപ്പം ജ്ഞാനികളായിട്ടുള്ളവരുടെ ധനം എന്ന് പറഞ്ഞാൽ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, അത് അവർക്ക് കിരീടം, ഒരു കിരീടം വെക്കുന്നത് പോലെയുള്ള ഒരു ഫലമാണ് ഉണ്ടാകുന്നത്. മൂഢന്മാരുടെ ഭോഷത്വമാണെങ്കിൽ, മൂഢന്മാരല്ലെങ്കിൽ വിവരദോഷികൾ എന്നൊക്കെ പറയും, അതാണ് മൂഢന്മാർ. അവരുടെ ഭോഷത്വം തന്നെ എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നമുക്ക് നോക്കാം. ദ ക്രൗൺ ഓഫ് ദ വൈസ് ഈസ് ദ റിച്ചസ്, ബട്ട് ദ ഫുളിഷ്നെസ് ഓഫ് ഫൂൾസ് ഈസ് ഫോളി. ഇനി നമുക്ക് ഫോർത്ത് സെഷൻ നോക്കാം. മാത്യു ഓർ മത്തായി. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ഒരിക്കലും നമ്മൾ നാളേക്കായിട്ട് വിചാരപ്പെടരുതെന്നാണ് പറയുന്നത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അപ്പം ഓരോ ദിവസം നമുക്ക് വേണ്ടി വിചാരപ്പെടും. ചിലപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും അന്ന് ഓരോ ദിവസം നമുക്ക് വേണ്ടി വിചാരപ്പെടുമെന്ന് പറയുന്നത്. ടേക്ക് ദെയർ ഫോർ നോ തോട്ട് ഫോർ ദ മോറോ ഷാൽ ടേക്ക് തോട്ട് ഫോർ ദ തിങ്സ് ഓഫ് ഇറ്റ് സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ടു ദ ഡേ ഈസ് ദ ഈവിൾ ദെയർ ഓഫ്. അപ്പം നമ്മുടെ എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.